ഹലോ എവ്രി വൺ, ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. സോ നിങ്ങൾ എൻ്റെ ഗുരുവായൂർ വ്ളോഗും കോളേജ് വ്ളോഗെല്ലാം കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ നമ്മൾ ഷീ ലോഡ്ജിലാണ് സ്റ്റേ ചെയ്തത്. ഇന്ന് നമുക്ക് അമ്പലത്തിൽ പോകാനുണ്ട്. ഏതൊക്കെ എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഞാൻ വഴിയേ പറയാം. സോ മോർണിംഗ് തന്നെ നമ്മൾ എഴുന്നേറ്റു, സാരിയിൽ ഉടുത്തു. നമ്മൾ നേരെ പോകുന്നത് എടപ്പള്ളി ഗണപതി ടെമ്പിളാണ്. ഇതിന് മുന്നേ ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഇത് സെക്കൻഡ് ടൈമാണ് പോകുന്നത്. അൺഫോർച്ചുനേറ്റ്ലി നമുക്കിന്ന് അവിടെ പോകാൻ പറ്റിയില്ല. കാര്യം അവിടെ പോലെ കാരണം അവർ അവിടെ ക്ലോസ് ചെയ്തിരിക്കുക. സോ അങ്ങനെ ആ ഓട്ടോ ചേട്ടനാണ് ഒരു അമ്പലം സജസ്റ്റ് ചെയ്തത്. അതിനടുത്ത് തന്നെ സജസ്റ്റ് ചെയ്തല്ല, അവിടുത്തെ എല്ലാ കാര്യങ്ങളും പൂജകളും അതിനടുത്തുള്ളൊരു അമ്പലത്തിൽ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. സോ നിങ്ങൾ അവിടെ പോയിക്കോളൂ, സെയിം തന്നെയാണ്. ഇനി നെക്സ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ഗണപതി ടെമ്പിൾ പോകാമെന്ന് ആങ്കിളാണ് പറഞ്ഞത്. സോ നമ്മൾ വിചാരിച്ചു ഓക്കെ ഫൈൻ, അതന്നെ എനിക്ക് നന്നാവുക. അങ്ങനെ നമ്മൾ അവിടെ പോയി പ്രാർത്ഥിച്ചു. അവിടുത്തെ വീഡിയോസും ഫോട്ടോസും ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ നേരെ പോയത് ചോറ്റാനിക്കരയിലേക്കാണ്. മെട്രോയിലും രാവിലെ ആയതുകൊണ്ട് തീരെ തിരക്കില്ല കേട്ടോ. പിന്നെ ബസ് ഇറങ്ങി ഞാൻ ഏത് സൈഡാണ്, അത് ലെഫ്റ്റാണോ റൈറ്റാണോ നിൽക്കേണ്ടതെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്നു. അവിടെ അടുത്തുള്ള ആളുകളോട് നമ്മൾ ചോദിച്ച് നമ്മൾ കറക്റ്റ് തന്നെ നിന്നു. അവിടുന്ന് ഒരു 15 മിനിറ്റ് കൊണ്ട് നമ്മൾ ചോറ്റാനിക്കര എത്തിയിട്ടോ. പിന്നെ നമ്മൾ സാരിയിൽ ഉടുത്തതല്ലേ, നമ്മൾ കുറച്ച് പൂവെല്ലാം വെച്ചിട്ട് പോകാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് പൂ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. കുറച്ച് പൂ വാങ്ങിച്ചു. പിന്നെ നമ്മൾ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, നേരത്തെ തന്നെ റൂമിൽ നിന്ന് ഇറങ്ങിയോണ്ടൊന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല. സോ നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ഹോട്ടലിൽ കയറി മോർണിംഗ് ഒരു നെയ് റോസ്റ്റും ഉഴുന്നുവടയും കഴിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. ഒന്നാമത് വെജ് ഹോട്ടലായതുകൊണ്ട് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു അവിടുത്തത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് അവിടെ നിന്ന് കഴിക്കുന്നത്. ചോറ്റാനിക്കര പോയിട്ടുണ്ടെങ്കിലും ഫുഡ് അങ്ങനെ കഴിക്കാറില്ല, കഴിച്ചിട്ട് ആണ് നോർമലി പോവാറ്. ഈ പ്രാവശ്യം ഞങ്ങൾ ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് അവിടെ അടുത്തുള്ള ഹോട്ടലിൽ തന്നെയായിരുന്നു കഴിച്ചത്. ഭയങ്കര ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു നെയ് റോസ്റ്റ് ആയിരുന്നു. ഇന്ന് അമ്പലത്തിൽ പോകുമ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നെയ് റോസ്റ്റ് നിർബന്ധമാണല്ലോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് എക്സ്ട്രാ വട വാങ്ങി, പിന്നെ അത് കഴിച്ചു. ഭയങ്കര വയറ് ഫുള്ളായിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. എൻജോയ് ചെയ്തായിരുന്നു കഴിച്ചത്. പിന്നെ ഈ നെയ് റോസ്റ്റും കോഫിയും അടിപൊളി കോമ്പിനേഷനുമാണ്. അങ്ങനെ നമ്മൾ അതെല്ലാം കഴിച്ച് വയറ് ഫുള്ളായി. കാര്യം ഉള്ളിൽ തിരക്കുണ്ടൊന്നും അറിയില്ല, പോയിട്ട് കുറേ ക്യൂ നിൽക്കണമെങ്കിലോ. അങ്ങനെ കഴിച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മളത് ആ പൂവെല്ലാം വെച്ചു. സ്ലൈഡെല്ലാം നമ്മൾ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാഗും ചെരുപ്പെല്ലാം നമ്മളവിടെ ക്ലോക്ക് റൂമിൽ കൊടുത്തു. അവിടുന്ന് പിന്നെ നമ്മളിതാ കുറേ ദിവസമെല്ലാം എടുത്തു, റീൽസും ഒക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കാൻ കറക്റ്റ് നമ്മളെത്തിയപ്പോൾ തിരക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കുറി തൊട്ടപ്പോൾ എൻ്റെ മൂക്കിൻ്റെ മുകളിൽ കുറിയായി. പിന്നെ നമ്മൾ കീഴ്ക്കാവിലമ്മേനെ പോയി പ്രാർത്ഥിക്കണം. അങ്ങനെ നമ്മൾ കീഴ്ക്കാവിലമ്മേനെ പോയി പ്രാർത്ഥിച്ചു. അവിടെയൊക്കെ നമ്മൾ കുറേ പേരുണ്ടായിരുന്നു. പിന്നെ സാരിയിൽ ഉടുത്തുകൊണ്ട് ഇങ്ങനെ ഒത്തിരി പേര് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ കൈ നോക്കുന്നവർ പണ്ട് നമ്മൾ അവിടെ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ നമ്മൾ അടുത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് താല്പര്യമില്ലെങ്കിൽ അവരിങ്ങനെ വന്ന് വിളിക്കുമ്പോൾ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ ഒരു ഗ്രില്ലിട്ട് ആ ഗ്രില്ലിൻ്റെ പുറത്താണ് കൈ നോക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് മാത്രം പോയിട്ട് കൈ നോക്കിയാൽ മതി. അതൊരു ഭയങ്കര നല്ല കാര്യം കേട്ടോ. എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായേനെ, ആവശ്യമുള്ളവരും ഇല്ലാത്തവർക്കൊക്കെ. പിന്നെ ഇതാ ഞാൻ കളർ മാച്ചാക്കി കുപ്പിവെള്ളം എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ നമ്മൾ ഗുരുവായൂർ എത്തിയപ്പോൾ ഗുരുവായൂരിൽ നിന്നാണ് പ്രസാദം കഴിച്ചത് ഉച്ചക്കത്തെ. ഇവിടെ എത്തിയപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ പ്രസാദം കഴിച്ചത്. സോ അത് ഭയങ്കര അടിപൊളിയായിരുന്നു. 2 സ്ഥലത്ത് നമുക്ക് പ്രസാദം കഴിക്കാൻ പറ്റി. ഇന്നലെ ഗുരുവായൂർ പോയപ്പോൾ ഗുരുവായൂരിൽ തന്നെ കഴിച്ചു. ഇവിടെ വന്നപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചത്. പിന്നെ അതൊന്നും നമ്മൾ വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല. പിന്നെ നമുക്ക് അവിടെ നിന്ന് അപ്പം തന്നെ ഉച്ചയ്ക്ക് തന്നെ കോഴിക്കോടേക്ക് ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് കിട്ടുകയും വേണം. എല്ലാം കൂടെ നമ്മൾ എന്താ പറയുക, ഇവിടുന്ന് ഒത്തിരി ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ട്രെയിൻ മിസ്സാവാനും പാടില്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചു. നമ്മൾ യാത്ര ചെയ്തത് കംപ്ലീറ്റ്ലി ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. കാര്യം ഒരു സ്ഥലത്ത് നമ്മൾ ബുദ്ധിമുട്ട് വന്നിട്ടില്ല. പിന്നെ നമ്മൾ അവിടുന്ന് കുറേ ലേറ്റാകാൻ നിന്നിട്ടില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ പോകുന്നു. നമ്മൾ വിചാരിച്ച ട്രെയിനിനെ നമുക്ക് കിട്ടി. അപ്പോൾ ചോറ്റാനിക്കര വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ, ടാറ്റാ.